അവര് രണ്ടാമത്തെ ട്രിപ്പും പോയി, അവരും നമ്മളെ കവർ ചെയ്ത് പോയി. സംഭവം ആ ഗൈഡിന്റെ ഒപ്പം തന്നെ നമ്മൾ പോണ ഒരുമിച്ച്. പക്ഷെ നടക്കാൻ കൊറേ ദൂരമുള്ള എന്റെ പേരില് അപ്പൊ നമ്മള് പതുക്കെ നടക്കണുള്ളൂ. പക്ഷെ സംഭവം റിസ്ക് ആണ് കേട്ടാ. നമ്മുടെ റിസ്കിലാണതേ. ഇവിടെ ഒരു വെള്ളം, ഇതേ ഈ വെള്ളത്തിൽ ചൊറിച്ചിലുണ്ടോന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു ഓരോരുത്തർ. അപ്പൊ ഇവിടെ മലയണ്ണാൻ കാട്ടുപോത്ത് ഒക്കെയും വരാം. വഴി കുറച്ച് നടക്കാനുണ്ട്. ഇപ്പൊ നമ്മള് പകുതി ടീമുകളൊക്കെ അങ്ങോട്ട് കയറിപ്പോയി. അതെ, അവർക്ക് കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടാ. നമ്മളിവിടെ വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ 2 ഇതുള്ളൂ, ബാച്ചുള്ളൂ. അതായത് കാലത്ത് 10:30 തൊട്ടിട്ട് ഒരു ബാച്ച്, പിന്നെ ഉച്ചയ്ക്ക് 1:30 ഒരു ബാച്ച്. ഈ 2 സമയത്തും നമ്മൾ ഇവിടെ ഉണ്ടായി പാസ് എടുത്ത് കയറിയാലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. മല കയറുമ്പോ വണ്ടിയുടെ ഒരു പാർട്സ്, മല കയറുമ്പോ മല കയറാൻ പറ്റിയ ഡ്രസ് ഇട്ടിട്ട് വരണം. ടൈറ്റ് ജീൻസ് ഇടരുത്. ഇപ്പൊ ചേട്ടൻ്റെ പണി കിട്ടി. വല്ല കള്ളിമുണ്ടോ? സ്ത്രീകളാണെന്ന് നല്ലോണം ലൂസുള്ള ചുരിദാറ്. കോട ഇറങ്ങിട്ടാ നോക്കിയണ്ട. കോട ഇറങ്ങിക്കോട്ടെ, നടന്ന അവിടേക്ക് എത്തട്ടെ. നമ്മുടെ ഒപ്പം വേറെ നമ്മളിപ്പോ ഇത്തിരി സ്ലോ ആയ കാരണം പിന്നിൽ വേറൊരു ഫോറസ്റ്റിന്റെ ആളും കൂടി ഉണ്ടായിരുന്നു ഗൈഡ്. പക്ഷെ കുറച്ച് എത്തിയപ്പോൾ ആള് പറഞ്ഞു നിങ്ങൾ സാവധാനം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആള് പോയിട്ടാ. അവര് ഒറ്റ ട്രിപ്പാല കയറാണ്. 4 കിലോമീറ്റർ നടക്കുമ്പോ എവിടെയെങ്കിലും കുറച്ചു നേരം നിൽക്കണില്ല. ഞാൻ നിന്ന് ആയം പോലെ നടക്കണുള്ളൂ. എനിക്ക് അവിടെ ചെന്നിട്ട് കപ്പൊന്നും എടുത്ത് വെച്ചിട്ടില്ലേ. കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ നടന്നു പോണ വഴിയിൽ കാട് തന്നെയാണ് ഫുള്ളും. അത് കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ മഴയായതിൻ്റെ പേരിൽ നമുക്കങ്ങനെ കവർ ചെയ്യാൻ പറ്റിയില്ല. ഒരു തൊണ്ട് നേരമുള്ളൂ, നല്ല റോഡ്. മൊബൈലൊക്കെ വെള്ളം അതിൻ്റെ നല്ല മഴയായിരുന്നു. വിചാരിച്ചില്ല ഇത്രയും നല്ലൊരു മഴ കിട്ടുന്നു. കേട്ടോ.